ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. അടുത്തതായി നമുക്ക് പൂർവഭാഗത്തിലെ 12ഉം 13ഉം ശ്ലോകങ്ങൾ കാണാം. 12ാമത്തെ ശ്ലോകം. ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം. ബ്രഹ്മാദി ദേവന്മാരാൽ പോലും പൂജിതനായ സകല ധർമ്മങ്ങളുടെയും മൂർത്തിയായ ഭജിക്കുന്നവരുടെയൊക്കെ ശ്രേയസിനെ വർദ്ധിപ്പിക്കുന്ന സകല ലോകത്തിന്റെയും നാഥനായ സകല ജീവജാലങ്ങളുടെയും സൃഷ്ടികാരണമായ ആ വിഷ്ണുവിനെ സ്തുതിക്കുന്നവരുടെ ദുരിതങ്ങളെല്ലാം അവസാനിക്കും. ബ്രഹ്മണ്യം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അവയെല്ലാം തന്നെ ഇവിടെ പ്രസക്തമാണ്. ശങ്കരാചാര്യർ അതിന് 2-3 അർത്ഥങ്ങൾ വേറെ വേറെ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യത്തേത് ബ്രഹ്മണേ ഹിതം. ഇവിടെ ബ്രഹ്മൻ എന്ന് പറയുന്നത് ബ്രഹ്മാജിയാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാജിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാജിക്ക് പോലും അനുഗ്രഹം ചെയ്യുന്ന, ബ്രഹ്മാവ് പോലും തന്റെ ജോലി ശരിയായി ചെയ്യാൻ വേണ്ടി ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് ശാസ്ത്രപ്രകാരം, അതായത് അക്കോർഡിംഗ് ടു ദ യൂണിവേഴ്സൽ ലോ, കർമ്മഫലങ്ങൾ നൽകി ശാസ്ത്രങ്ങൾ സാധുവാക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവിനും ശാസ്ത്രങ്ങൾക്കും അനുഗ്രഹം നൽകുന്നവനാണ് ഭഗവാൻ. അടുത്തതായിട്ട് ബ്രഹ്മണെ ശ്രുത്യതേ ഹിതം. ശ്രുതിയെ അഥവാ വേദങ്ങളെ പോലും അർത്ഥവത്താക്കുന്നത് ഭഗവാനാണ്. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ ബ്രഹ്മ എന്ന് പറയുന്നതിനെ വേദങ്ങൾ എന്ന അർത്ഥത്തിൽ എടുക്കണം. വേദങ്ങളിൽ പല പല കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പല കർമ്മങ്ങളും ചെയ്യാനായി പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലങ്ങൾ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഫലങ്ങളൊക്കെ കൊടുക്കുന്നത് ഭഗവാനാണല്ലോ. അപ്പൊ ആൾക്കാർ ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഭഗവാൻ അതിന്റെ ഫലങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ് ആ വേദങ്ങളൊക്കെ പ്രമാണമാവുകയുള്ളൂ. അങ്ങനെ എല്ലാ ഫലങ്ങളും നൽകി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് വേദങ്ങളെ പ്രാമാണ്യം കൊടുക്കുന്നത്, വേദങ്ങൾക്ക് അർത്ഥവത്താക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ബ്രഹ്മണെ ശ്രുത്യതേ ഹിതം. അടുത്തത് ബ്രാഹ്മണ്യഹിതം. ബ്രാഹ്മണർക്ക് അനുഗ്രഹം ചെയ്യുന്നവർ. ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്ന സത്വഗുണ പ്രധാനികളായ വൈദിക ജീവിതം നയിക്കുന്ന ധാർമ്മികരാണ്. ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം രക്ഷിക്കാനുള്ള ഒരു സാധനമല്ലല്ലോ. അപ്പോ ധാർമ്മികരായി ജീവിക്കുന്നവരെ രക്ഷിക്കുന്നത് വഴിയാണ് ധർമ്മത്തെ രക്ഷിക്കുന്നത്. അങ്ങനെ ബ്രാഹ്മണരെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ആൾക്കാരെ രക്ഷിക്കുക, അല്ലെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇതേ അർത്ഥം തന്നെ 71ാമത്തെ ശ്ലോകത്തിൽ, അതായത് 661 മുതൽ 670 വരെയുള്ള നാമങ്ങളിലും ഈ ബ്രഹ്മണ എന്നുള്ള ഇതിനെക്കുറിച്ച് ഉള്ള നാമങ്ങൾ വരുന്നുണ്ട്. ബ്രഹ്മണ്യേ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മ വിവർദ്ധനഃ ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മേ ബ്രഹ്മജ്ഞോ ബ്രാഹ്മണ പ്രിയഃ. ഇതിൽ പറയുന്നത് ബ്രഹ്മണ്യം, അല്ലെങ്കിൽ ടു ബി നോൺ, എന്താണോ അറിയേണ്ടത് അതിനെയാണ് ബ്രഹ്മണ്യം എന്ന് പറയുന്നത്. ബ്രഹ്മ എന്ന് പറയുന്നത് ക്രിയേറ്ററിനെ, അതായത് നമ്മുടെ ചതുർമുഖ ബ്രഹ്മാജിയെ തന്നെ ബ്രഹ്മ എന്ന് പറയും. പിന്നെ അടുത്തതും ബ്രഹ്മ എന്നുള്ള വാക്കാണ്. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പരമസത്യമായിരിക്കുന്നത് ബ്രഹ്മ, അതായത് വേദങ്ങളെയാണ് ബ്രഹ്മ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്രഹ്മവിവർദ്ധന, വേദങ്ങളെയും എല്ലാം വികസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേദങ്ങൾക്ക് അതിൻ്റെതായ അർത്ഥവും വ്യാപ്തിയും കൊടുക്കുന്നത് ഭഗവാനാണ്. ബ്രഹ്മവിദ്, എല്ലാ വേദങ്ങളും അറിയുന്നവരാണ് ബ്രഹ്മവിദ്. പിന്നെ ബ്രാഹ്മണ, ഒരു ബ്രാഹ്മണ രൂപത്തിൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചവൻ എന്നുള്ള അർത്ഥമാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണ രൂപത്തിലും ഭഗവാൻ തന്നെയാണ്. അടുത്തത് ബ്രഹ്മി, പൊസസർ ഓഫ് ബ്രഹ്മ, അതായത് എല്ലാ വേദങ്ങളും ആരുടെ ഉള്ളിലാണോ ഉള്ളത് അതാണ്
ബ്രഹ്മി എന്ന് പറയുന്നത്. എല്ലാ വേദങ്ങളും എല്ലാ അറിവുകളും എല്ലാ ജ്ഞാനവും ഭഗവാന്റെ തന്നെയാണ്. അടുത്തൊരു ബ്രഹ്മജ്ഞൻ. ബ്രഹ്മജ്ഞൻ ശരിക്കും ബ്രഹ്മനെ അറിയുന്നവൻ ബ്രഹ്മജ്ഞൻ. പിന്നെ ബ്രാഹ്മണ പ്രിയ, എല്ലാ ബ്രാഹ്മണന്മാർക്കും പ്രിയരായിട്ടുള്ളവൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വൈദിക രീതിയിൽ ജീവിക്കുന്നവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു 9 നാമങ്ങളും കൂടെ ഈ അതേ അർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്ത വാക്ക് സർവധർമാൻ ജാനാതി ഇതി സർവധർമ്മജ്ഞ. സർവജ്ഞനായതുകൊണ്ട് തന്നെ എല്ലാ ധർമ്മങ്ങളും ഭഗവാൻ അറിയാം. തന്നെയല്ല, എല്ലാ ധർമ്മങ്ങളും സൃഷ്ടിച്ചതും കർമാധ്യക്ഷനായിരുന്നുകൊണ്ട് ധർമ്മത്തെ പരിപാലിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് സർവധർമാൻ ജാനാതി, എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ആളാണ് എന്ന് പറയുന്നു. ഇനി ലോകാനാം കീർത്തിവർദ്ധനം. ഇവിടെ ലോകം എന്ന് പറയുന്നത് ലോകത്തിലെ ജനങ്ങളാണ്. അതായത് ഭഗവാനെ സ്തുതിക്കുന്ന ജനങ്ങൾ, അവരുടെ കീർത്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. കീർത്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധാരണയിൽ പറയുന്ന ഒരു ജനപ്രീതിയോ അല്ലെങ്കിൽ പ്രചാരമോ ഒന്നുമല്ല, മറിച്ച് യശസ്സാണ്, ഐശ്വര്യമാണ്. അവരുടെ കീർത്തി യശസ് വർദ്ധിക്കും. ലോകനാഥം എന്ന് പറഞ്ഞാൽ ലോകാൻ ഈഷ്ടെ, അതായത് ലോകത്തെ ഭരിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെയാണ് ലോകനാഥം എന്നതിൻ്റെ അർത്ഥം. ലോകത്തിലെ എല്ലാവരെയും സംരക്ഷിക്കുന്നതിനാൽ ലോകത്തിന്റെ നാഥനായി ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ലോകനാഥനായി ഭഗവാൻ ഉള്ളപ്പോൾ ഇവിടെ അനാഥരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പൊ അനാഥരെ രക്ഷിക്കുന്നു, അനാഥാലയം എന്നൊക്കെ പറയുന്നത് ഒരു ഭഗവാനെ സഹായിക്കുക അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുക, സേവിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. അല്ലാതെ അനാഥരായ ആൾക്കാരെയല്ല അവരും രക്ഷിക്കുന്നത്. ഭഗവാൻ ശാശ്വതമായി നിലനിൽക്കുന്ന ആളാണ്. മാത്രമല്ല നിലനിൽക്കുന്ന എല്ലാത്തിൻ്റെയും അധിഷ്ഠാനവുമാണ്. അതുകൊണ്ട് മഹത്ഭൂതമാണ്. സർവഭൂത ഭവോദ്ഭവം. സർവേഷാം ഭൂതാനാം യോ ഭവഃ സംസാരഃ സ സംസാരഃ യസ്മാത് ഉദ്ഭവതി ഇതി സർവഭൂത ഭവ ഉദ്ഭവഃ. സർവഭൂത ഭവം, സർവഭൂതങ്ങളുടെയും ഭവം. ഭവം എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖം. അതായത് എല്ലാവരും അവരവരുടെ കർമ്മഫലം അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് ഇവിടെ സംസാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർവഭൂതങ്ങളുടെയും സംസാരം എവിടെ നിന്നാണോ ഉണ്ടായിരിക്കുന്നത് അതിനാണ് സർവഭൂത ഭവ ഉദ്ഭവം എന്ന് പറയുന്നത്. അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശരീരത്തിൽ അവരവരുടെ പ്രശ്നങ്ങളും ഭയങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ കർമ്മങ്ങൾ തീരുന്നവരെ ജീവിക്കണം. അങ്ങനെ ഓരോ ജീവന്റെയും അല്ലെങ്കിൽ സർവഭൂതങ്ങളുടെയും സംസാരത്തിന്റെ ഭവ കാരണമായതിനാൽ ഭഗവാൻ സർവഭൂത ഭവോദ്ഭവം ആണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ സാരാംശം. അടുത്ത ശ്ലോകം ഏഷമേ സർവധർമാണാം ധർമ്മോധിഗതമോ മതഃ യദ്ഭക്ത്യാ പുണ്ഡരീകാക്ഷം സ്തവൈരർച്ചേർനരഃ സദാ. യുധിഷ്ഠിരന്റെ 5ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി ഭീഷ്മർ പറയുന്നു, ഭഗവാൻ പുണ്ഡരീകാക്ഷനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ഭക്തിപൂർവം ആരാധിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ ധർമ്മം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെയും ഹൃദയ പത്മത്തിൽ, ഹൃദയമാകുന്ന താമരയിൽ, അതായത് ബുദ്ധിയിൽ അന്തർയാമിയായി വിളങ്ങുന്ന സാക്ഷാൽ വാസുദേവൻ തന്നെയാണ് പുണ്ഡരീകാക്ഷൻ. അർച്ചനയും കീർത്തനവും വഴി ഈശ്വരനെ ഹൃദയത്തിൽ ആവാഹിക്കുന്നതിലും വലിയ ധർമ്മം ഒന്നും തന്നെ ഇല്ല. വേദങ്ങളിൽ പല ധർമ്മങ്ങളും പറയുന്നുണ്ട്. പലതിനും പല ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ ഫലങ്ങളും ഉണ്ട്. ഏത് ധർമ്മമാണ് ഒരാളെ സ്തുതിയും അർച്ചനയും കീർത്തനവും കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ആ ധർമ്മമാണ് ഏറ്റവും മഹത്തായത് എന്നാണ് തൻ്റെ അഭിപ്രായം എന്നാണ് ഭീഷ്മർ പറയുന്നത്. ഇവിടെ ഭഗവാനെ പുണ്ഡരീകാക്ഷൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പുണ്ഡരീകാക്ഷൻ എന്നാൽ ഹൃദയ പുണ്ഡരീകേ പ്രകാശമാനഃ പുണ്ഡരീകാക്ഷ. ഹൃദയമാകുന്ന താമരയിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ ആത്മസ്വരൂപത്തിൽ
വാസുദേവ രൂപത്തിൽ തിളങ്ങുന്നവനാണ് പുണ്ടരീകാക്ഷൻ. ഈ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ കൂടുതൽ കൂടുതൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ ധർമ്മം. ഈശ്വരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്തുനിഷ്ഠമായി, അതായത് ഒബ്ജക്റ്റീവായിട്ട് ധാർമ്മികമായി ജീവിക്കുക എന്നതാണ് അർത്ഥം. നമ്മുടെ സബ്ജക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ രാഗദ്വേഷങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ധർമ്മവും തെറ്റും ശരിയും ഒക്കെ അനുസരിച്ചിട്ട് വൈദിക ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് ഈശ്വരനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. മറ്റു വൈദിക കർമ്മങ്ങളെക്കാൾ എളുപ്പവും ചിലവില്ലാത്തതുമാണ് സ്തുതിയും കീർത്തനവും ഒക്കെ. വൈദിക കർമ്മങ്ങൾ, യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തണമെങ്കിൽ ഒരുപാട് സമ്പത്തൊക്കെ ചെലവാക്കണം. അതുപോലെ അതിന് മറ്റ് കർമ്മങ്ങളൊക്കെ നടത്താനുള്ള കർമ്മികളെയും ആൾക്കാരെയൊക്കെ കൊണ്ടുവരണം, അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം. അങ്ങനെ ധാരാളം ധനവും ചെലവുകൾ ഒക്കെ ഉണ്ട്. എന്നാൽ സ്തുതിയും കീർത്തനവും ഒക്കെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ യാതൊരു ചെലവുമില്ല. നമ്മുടെ ക്വാളിറ്റി ടൈം കുറച്ച് ചെലവാക്കണമെന്നല്ലാതെ മറ്റു ചെലവൊന്നും ആവശ്യമില്ല. ഒരു ആത്മാർത്ഥമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും എളുപ്പം ചെയ്യാവുന്നതുമാണ്. അങ്ങനെ സ്തുതിയും കീർത്തനവും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും മാറും എന്നാണ് ഭീഷ്മാചാര്യർ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ കാണാം. 14-ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.